നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ കോൺഗ്രസ് നടപടിയിൽ ഒരു മാതൃകയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാങ്കൂട്ടത്തിലിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ല. കളമശ്ശേരി മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. നിരവധി പേർ സർക്കാർ മെഡിക്കൽ കോളേജിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിൽ. കയ്പമംഗലം ബോട്ട് സെന്ററിൽ കപ്പേള കുത്തി തുറന്ന നിലയിൽ. ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിനടുത്തുള്ള വേളാങ്കണ്ണി മാതാ കപ്പേളയാണ് കുത്തി തുറന്നിട്ടുള്ളത്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ കോൺഗ്രസ് നടപടിയിൽ ഒരു മാതൃകയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാങ്കൂട്ടത്തിലിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ല. ഒടുവിൽ തെളിവുകൾ പുറത്തു വന്നപ്പോഴാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് വരുത്തിയത്. സ്വർണ്ണ കവർച്ചയിൽ കുറ്റക്കാരായവർക്കെതിരെ CPIM നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെ മാതൃകയോ എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഇവരുടെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിന്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDFകാർ അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്ന് വരുത്തിയത്. അയാൾ ഒരു നടപടി സ്വീകരിച്ചില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക അങ്ങനെ പരിപാടി നമുക്കില്ല. വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. CPIM സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു കർസേവ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ അത് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അന്നുമില്ല ഇന്നുമില്ല. തരി സ്വർണ്ണം ഒഴിയാതെ കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഉറച്ച വിശ്വാസം. അതിനാരായാലും അവരെ പേര് നടപടിയെടുക്കും, നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അത്രയും കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPIM. അതിനെപ്പറ്റി നിങ്ങൾ പറയുന്നത് പാർട്ടി നടപടി നിങ്ങൾക്ക് തിരക്ക് പാർട്ടി നടപടികളോ വേണ്ടത് ഈ പാർട്ടിയിൽ തീരുമാനിക്കുക. അയാൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും പോയിട്ടില്ലല്ലോ. അത് ജയിലിലല്ലേ ഉള്ളത്. ജയിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ എല്ലാം ശരിയായ നിലപാട് സ്വീകരിക്കും. അതിനൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട. പാർട്ടി ആയിരുന്നു, അതുകൊണ്ട് അതിന് കുഴപ്പം തന്നു. കളമശ്ശേരി മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. നിരവധി പേർ സർക്കാർ മെഡിക്കൽ കോളേജിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ മഞ്ഞപ്പിത്തം പടർന്നിരുന്നു. ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്ന് കളമശ്ശേരി ആരോഗ്യ വിഭാഗം പറഞ്ഞു. കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. വിദ്യാലയങ്ങളിൽ പലയിടത്തും മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികൾ അവധിയിലാണ്. നിരവധി പേർ സർക്കാർ മെഡിക്കൽ കോളേജിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. ഹെപ്പറ്റൈറ്റിസ് A മറ്റുള്ളവരിലേക്ക് പകരുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ മഞ്ഞപ്പിത്തം പടർന്നിരുന്നു. ചെറിയ കടകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധന ആരംഭിച്ചു. 14ഓളം സാമ്പിളുകൾ ടെസ്റ്റിനയച്ചു. സർക്കാർ അറിയിപ്പ് പ്രകാരം കളമശ്ശേരിയിൽ 16 പേർ മാത്രമാണ് ലിസ്റ്റിലുള്ളത്. ഭക്ഷണത്തിലും വെള്ളത്തിലും കൂടെ പകരുന്നവയാണ് ഹെപ്പറ്റൈറ്റിസ് A, E വിഭാഗത്തിൽപ്പെടുന്നവ. എന്നാൽ രക്തത്തിലൂടെ പകരുന്ന B, C വിഭാഗവും കുറവല്ല. രോഗബാധിതരായാൽ മറ്റുള്ളവരുമായി ഇടപെടുകയോ രോഗി ഉപയോഗിച്ച ടോയ്ലറ്റ് ഉപയോഗിക്കുകയോ ആഹാരം പങ്കുവയ്ക്കുകയോ രോഗിയുടെ തുണികൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്ന് കളമശ്ശേരി ആരോഗ്യ വിഭാഗം പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. കയ്പമംഗലം ബോട്ട് സെന്ററിൽ കപ്പേള കുത്തി തുറന്ന നിലയിൽ. ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിനടുത്തുള്ള വേളാങ്കണ്ണി മാതാ കപ്പേളയാണ് കുത്തി തുറന്നിട്ടുള്ളത്. കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയുടെ കീഴിലുള്ളതാണ് കപ്പേള. മുൻഭാഗത്തെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് തകർത്താണ് ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഗ്ലാസ് ജനലും തുറന്ന നിലയിലായിരുന്നു. ഇന്ന് രാവിലെ സ്ഥലത്തെത്തിയ പരിസരവാസിയാണ് കപ്പേള കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ LDF റാലി സംഘടിപ്പിച്ചു. തുടർന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിൻ ചന്ദ്രൻ, NCP സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ, അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, PB ഖൈസ്, KS കൈസാബ്, ഷീല രാജ്കമൽ, TP പ്രഭേഷ്, റഹീം പള്ളത്ത്, അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കാരയിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാക്കളെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കാര പുതിയ റോഡ് സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡ് സെന്ററിലൂടെ നടന്നു പോവുകയായിരുന്ന കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡ് സ്വദേശികളായ 18 വയസ്സുകാരനെയും 16 വയസ്സുകാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്.
കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ സാലിം കെ, ബിജു, CPO ഷമീർ, അബീഷ്, ജിനീഷ്, ജിഷ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം ആശാൻപറമ്പ് സ്വദേശി പുളിക്കലകത്ത് വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് അസറുദ്ദീനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. മുഹമ്മദ് അസറുദ്ദീൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, ഇൻസ്പെക്ടർ സാലിം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്ന ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി VN നിവേദിക്ക് യാത്രയയപ്പ് നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങ് നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ഡിസംബർ 11 മുതൽ 17 വരെ ഡൽഹിയിൽ വെച്ചാണ് ദേശീയ സ്കൂൾ നീന്തൽ മത്സരം നടക്കുന്നത്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100, 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റ് റെക്കോർഡ് സ്വർണവും, 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണവും, 4x100 മീറ്റർ മെഡ്ലേ റിലേയിൽ വെള്ളിയും നേടിക്കൊണ്ടാണ് നിവേദ്യ ദേശീയ മത്സരത്തിലേക്ക് അർഹത നേടിയത്. സ്കൂളിൽ നടന്ന ചടങ്ങ് നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതി നിതീഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, അധ്യാപകരായ ബിജു മോഹൻ ബാബു, TN സിജിൽ, KR ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുകയാണ്. 5ാം ദിവസം പൂതനാമോക്ഷം, ബാലലീല, ബ്രഹ്മസ്തുതി, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, രുക്മിണി സ്വയംവരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. വൈകിട്ട് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സംഗമേശനാണ് യജ്ഞാചാര്യൻ. ഈശ്വർ പ്രസാദ് നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. സപ്താഹയജ്ഞം നാളെ സമാപിക്കും. അത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഒരുപാട് സമയം ചെലവാക്കണം. പണ്ട് അറേബ്യയിലുണ്ടായിട്ടുള്ള ഒരു വലിയ രാജാവ്, ആള് പോരാളി ആയതുകൊണ്ട് രാജ്യമൊക്കെ പിടിച്ചടക്കി, പഠിപ്പില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ സദസ്സിലുള്ള പണ്ഡിതന്മാരോടൊക്കെ പറഞ്ഞത്രേ, എനിക്ക് ഈ ലോകത്തിലുള്ള മുഴുവൻ വിവരവും കിട്ടണം, എന്നെ അതൊക്കെ പഠിപ്പിക്കണം. അവർ ലോകത്തിലുള്ള സകല വിവരവും ഒരു കൊല്ലം കൊണ്ട് മെനക്കെട്ട് പുസ്തകങ്ങളാക്കി ഒരു 35 ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു, ഇത്രയൊന്നും വായിക്കാൻ എനിക്ക് പറ്റില്ല, ചുരുക്കി എഴുതിക്കൊണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ കോൺഗ്രസ് നടപടിയിൽ ഒരു മാതൃകയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാങ്കൂട്ടത്തിലിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ല. കളമശ്ശേരി മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. നിരവധി പേർ സർക്കാർ മെഡിക്കൽ കോളേജിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിൽ. കയ്പമംഗലം ബോട്ട് സെന്ററിൽ കപ്പേള കുത്തി തുറന്ന നിലയിൽ. ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിനടുത്തുള്ള വേളാങ്കണ്ണി മാതാ കപ്പേളയാണ് കുത്തി തുറന്നിട്ടുള്ളത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.